ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇലയടയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങളെടുക്കുന്ന പൊടിയുടെ അനുസരിച്ചിരിക്കും വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. കുറച്ച് ഒന്ന് ലൂസാക്കിയതിന് ശേഷം ഫ്ലെയിം ഓണാക്കുക. നന്നായിട്ട് കട്ടകളൊന്നുമില്ലാണ്ട് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓണാക്കാം. ഇപ്പോൾ ഞാൻ തീ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അത് തിക്കായിട്ട് വരണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിട്ട് വരണം, മാവ് പോലെ വരണം. അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പണ്ടൊക്കെ ഞാൻ ഈ അട ഉണ്ടാക്കുമ്പോൾ ഞാൻ കഴിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇതുപോലെ തിക്കായി കിട്ടും. കുറച്ചും കൂടി കട്ടിയാവാനുണ്ട്. ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ പരുവല്ല, അതിനേലും കുറച്ചും കൂടി ഒരു ഇതായിട്ട് കിട്ടണം. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. കുറച്ചൊന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാം ശർക്കര എടുത്തിട്ട് ഉരുക്കി അരിച്ചെടുത്തതാണ്. ശർക്കരയിൽ നിറച്ച് കല്ലും മണ്ണൊക്കെ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് അരിച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ ഇരിക്കണത് കരിക്ക് പോലത്തെ തേങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ. ചിരകിയപ്പോഴേ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളമൊക്കെ വറ്റി ഫില്ലിങ് ശരിക്കും കറക്റ്റ് പരുവത്തിലാവണം.
അപ്പോൾ ഇതുപോലെ ആവണം. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് വെക്കുക, അത് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇലയൊക്കെ കഴുകി അത് തുടച്ചെടുക്കുക. അതിലേക്ക് നന്നായിട്ട് കഴുകി എടുക്കണം. ഇലയിൽ നിറച്ച് മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നേരത്തെ കുഴച്ച് വെച്ച മാവ് കുറച്ചെടുക്കുക. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചേക്കണം. അതിൽ കൈ മുക്കിയിട്ട് വേണം ഇത് ഇങ്ങനെ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കൈ മുക്കിയിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. തീരെ നൈസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്താം. ഞാനിവിടെ ഭയങ്കരമായിട്ട് തീരെ കനം കുറച്ചല്ല പരത്തണത്, ചെറിയൊരു കട്ടി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഞാൻ ഈ സമയത്ത് ആവിപാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിത് മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാനും ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആവിപാത്രത്തിൽ വെച്ചിട്ട് ആവിയേറ്റി എടുക്കുക. നന്നായിട്ട് ആവി കയറണം, നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ റെസിപ്പി. ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ. താങ്ക് യു.